നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൂജമോളുടെ ക്ലാസ്മേറ്റ്സ് ആക്സിഡന്റിൽ മരിച്ച സെബാന്റെ അപ്പാപ്പനും ഫ്രണ്ടുവാ. ഇത് അപ്പാപ്പൻ ലൂയിസ്, ഞാൻ ഫ്രണ്ട് നമ്പിടി. ഇവിടത്തെ വെട്ടുകാട് പള്ളിയിൽ 8 നോമ്പിന് വന്നപ്പോ വെറുതെ നിങ്ങളൊന്ന് കണ്ടേച്ചു പോവാന്ന് വെച്ചു. ഇപ്പോ സെബാൻ പോയ ശേഷം ഇതൊക്കെയാണല്ലോ ഒരു ആശ്വാസം. ഞങ്ങള് ആദ്യം എന്ന് പറഞ്ഞ ചെക്കന്റെ വീട്ടിലൊന്ന് പോയായിരുന്നേ, അവനും അവിടെ ഇല്ല, പഠിക്കാൻ പോയേക്കാന്ന്. ഈ പിള്ളേരെല്ലാം ഇങ്ങനെ മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് അന്യനാട്ടിൽ പഠിപ്പിക്കാൻ വിടുന്നത് കുറച്ച് കഷ്ടമാ, ഇല്ലയോ ചേ? അവര് കളിച്ചും ചിരിച്ചും ഒക്കെ വളരേണ്ട പ്രായമല്ലയോ? എന്നാലും ഇവിടെ വരെ വന്നിട്ട് പൂജമോളെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഞങ്ങളുടെ സെബാന് അവളെ വലിയ ഇഷ്ടമായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് എപ്പോഴും പറയും. ബെസ്റ്റി ബെസ്റ്റി. പിന്നെ ഞങ്ങള് വെട്ടുകാട് പള്ളി വന്നപ്പം വെറുതെ ഇങ്ങ് വന്നാണെന്ന് ചുമ്മാ പറഞ്ഞ കേട്ടോ. വേറൊന്നുമല്ല, ഞങ്ങളുടെ സെബാൻ മോന്റെ കുറച്ച് ബുക്സ് ഇവിടുത്തെ മോളുടെ കയ്യിലുണ്ട്. അതെ. അല്ല, പൂജമോടെ കൈ മാത്രമല്ല, വേറെ പലരുടെയും കയ്യിലുണ്ട്. അത് അന്വേഷിച്ചുള്ളൊരു യാത്രയില്ല ഞങ്ങള്. ആ യാത്രയുടെ ഭാഗമായിട്ടാ ഞങ്ങള് ഇവിടെയും മറ്റേ ആയത്തിന്റെ വീട്ടിലൊക്കെ എത്തിയത്. ഇനി അതൊക്കെയാണല്ലോ അവനെ കുറിച്ച് ഓർക്കാൻ ഞങ്ങൾക്ക് ആകെയുള്ളത്. അല്ല, അങ്ങനെ വല്ല ബുക്സിനെ കുറിച്ച് പൂജമോള് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. സാരമില്ല സാരമില്ല, ഞങ്ങൾ ഇനിയും വരാം. ആവശ്യം ഞങ്ങളുടേതായി പോയില്ലേ? അല്ല, പൂജമോളെ കണ്ടാലല്ലേ ബുക്സ് എവിടെ വെച്ചിരിക്കുന്നെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ചായ പോലും തരാൻ പറ്റിയില്ലല്ലോ എന്ന് അല്ലേ? സാരമില്ല, വിഷമിക്കണ്ട കേട്ടോ. അടുത്തോണ വരുമ്പോ തന്നാ മതി, ഇല്ലേ ചേ? കറക്റ്റ്. അതാണ്. എങ്കിൽ പിന്നെ ഞങ്ങൾ പോട്ടെ കളക്ടേഴ്സ്. ഇനിയും വരാം ഈ വഴി ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ. പൂജമോള് വരുമ്പോ പറയണം ലൂയിസ് അങ്കിള് വന്നിരുന്നെന്ന്. നമ്മുടെയെങ്കിലും എന്റെ സെബാന്റെ ഓർമ്മകള്, ഉറങ്ങുന്ന ആ പുസ്തകങ്ങള്, അതൊന്ന് കാണാൻ. അച്ഛൻ എന്തുവാ ഇത്? കരയല്ലേ? നീ ഇങ്ങനെ കരയല്ലേ? അല്ല, നിങ്ങളെന്താ ഇവിടെ?